വിവാദങ്ങൾക്കിടെ CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. നേതൃത്വത്തിനെതിരായ A. പത്മകുമാറിന്റെ വിമർശനം യോഗത്തിൽ ചർച്ചയാകും. പത്മകുമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യമില്ലാതെയാണ് യോഗം. ജില്ലാ സെക്രട്ടറി എല്ലാം പറയുമെന്ന് A. പത്മകുമാർ പ്രതികരിച്ചു. പത്മകുമാറിന്റെ വിമർശനം സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. എനിക്കറിഞ്ഞൂടാ. ഞാൻ കമ്മിറ്റിക്കൊന്നുമല്ല, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ചർച്ച നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? എനിക്കറിഞ്ഞൂടെന്നേ. അത് പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക, അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക. ഉപരികമ്മിറ്റിയിൽ നിന്ന് നേതാക്കന്മാർ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ല. പങ്കെടുക്കുകയാണെങ്കിൽ ആ വിഷയം ഉൾപ്പെടെ സംഘടനാപരമായി ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ട്. അങ്ങനെ ആരെങ്കിലും പങ്കെടുക്കുന്നതായിട്ട് അറിയിച്ചിട്ടില്ല. ഇതേ സംബന്ധിച്ചിടത്തോളം അറിയിച്ചിട്ടില്ല. വിവരങ്ങളെല്ലാം നമ്മൾ സംസ്ഥാന സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ഇപ്പോൾ പത്മകുമാർ കൂടി ഉൾപ്പെട്ട ഘടകത്തിന്റെ യോഗമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. പക്ഷേ പത്മകുമാർ ഉൾപ്പെടാതെ പോയതിനെക്കുറിച്ച് സംസ്ഥാന സമിതിയിലേക്ക് എത്താത്തതിനെക്കുറിച്ചുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യുമെന്നാണല്ലോ രാജു എബ്രഹാം നേരത്തെ നടന്ന അനുനയ ചർച്ചയിലൊക്കെ പത്മകുമാറിനെ ബോധ്യപ്പെടുത്തിയതും. ഇന്നത്തെ യോഗത്തിൽ എന്തിനാണ് സാധ്യത? സുജയ, തൽക്കാലം A. പത്മകുമാറിനെ ആശ്വസിക്കാം എന്ന് പറയാം. തൽക്കാലം മാത്രമേ ഉള്ളൂ. കാരണം നേരത്തെ തന്നെ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന നേതൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ പത്മകുമാർ വിഷയം അവിടെ ചർച്ച ചെയ്യൂ. കാരണം സംഘടനാപരമായി മാത്രം പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്ന് ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇന്ന് സംസ്ഥാന നേതൃത്വം പങ്കെടുത്തിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് CPIM സംസ്ഥാന സമ്മേളനം സമാപിച്ചത്. പുതിയ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ആദ്യ യോഗം പോലും ചേർന്നിട്ടില്ല. ഇനിയിപ്പോൾ പത്തനംതിട്ടയുടെ ചുമതലയുള്ള നേതാവ്, സംസ്ഥാന നേതാവ് ആരായിരിക്കും എന്നുള്ളതൊക്കെ അറിയാൻ പോകുന്നതേയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയും പിന്നീട് ഈ പത്മകുമാർ വിഷയം അത് സംഘടനാപരമായി ചർച്ച ചെയ്യുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും A. പത്മകുമാർ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം, മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. നേരത്തെ തന്നെ രാജു എബ്രഹാം പറഞ്ഞിരുന്നത് ഇന്ന് ഏതായാലും ഈ വിഷയം ഒരു ചർച്ചയ്ക്കെടുക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഒരു സാധ്യതയുള്ളത്, ഇന്ന് നടക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏതെങ്കിലും ഒരു അംഗം ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ജില്ലാ നേതൃത്വം അക്കാര്യം പരാമർശിക്കേണ്ടി വരും. സ്വാഭാവികമായും അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു അംഗം പത്മകുമാർ വിഷയം എടുത്തു പറയുകയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി സ്വാഭാവികമായും അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച ശേഷം അവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തെ അറിയിക്കുകയായിരിക്കും ചെയ്യുക. ഏതായാലും പത്മകുമാർ ഇന്ന് എത്തിയിട്ടുണ്ട്. രാവിലെ നാം അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയിരുന്നു. ജില്ലാ സെക്രട്ടറി തന്നെ ഇക്കാര്യം വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത്. അതേസമയം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ മാത്രമേ ഈ വിഷയം ചർച്ച ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ എന്താണ് എന്നതുകൂടി നോക്കൂ. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.